ഹാമിദ് അൽ റസൂൽ അധ്യായം 22. ഇഖ്വാനീങ്ങളും ബാപ്പമാരുമായ നിങ്ങളോട് എനിക്ക് പറയാനുള്ള പ്രതിവാദം കേൾക്കുക. ഇബ്രിയ ഭാഷയിൽ അവൻ അവരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ മൗനമായി നിന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരു ജൂതനാണ്. കിലിക്കിയയിലെ തർസോസിൽ ജനിച്ചുവെങ്കിലും ഈ മദീനയിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാമഹന്മാരുടെ തൗറാത്തിൽ മുവാഫിഖത്തായ തഅലീം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും അള്ളാഹുവിനെ കുറിച്ച് ഹമാസത്തുള്ളവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് തടവറയിലടച്ചുകൊണ്ട് ഈ ത്വരീഖയെ തീർത്തും ഇല്ലാതാക്കാൻ വേണ്ടി അവരെ അദാബിലാക്കിയവനാണ് ഞാൻ. ഖതീബും ഷെയ്ഖുമാരുടെ കൂട്ടം മുഴുവൻ തന്നെയും എനിക്ക് ഷാഹിദുകളായിട്ടുണ്ട്. ദമസ്കസിലുള്ളവരെയും പിടിച്ചുകെട്ടി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് ഇഖ്വാനീങ്ങൾക്കുള്ള റിസാലാത്തുകളും വാങ്ങി അവിടേക്ക് യാത്രയായി. ഞാൻ യാത്ര ചെയ്ത് ളുഹറിൻ്റെ വക്തിൽ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ജന്നത്തിൽ നിന്ന് ഒരു വലിയ വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ഒരു അശരീരി എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, ഷൗൽ, ഷൗൽ, നീ എന്നെ അദാബിലാക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു, റബ്ബേ, അങ്ങ് ആരാണ്? അവൻ എന്നോട് പറഞ്ഞു, നീ അദാബിലാക്കുന്ന നസ്രീനായ ഈസയാണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വെളിച്ചം കണ്ടു, എന്നാൽ എന്നോട് സംസാരിച്ചയാളിൻ്റെ ശബ്ദം കേട്ടില്ല. ഞാൻ ചോദിച്ചു, റബ്ബേ, ഞാൻ എന്തു ചെയ്യണം? റബ്ബ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നീ ചെയ്യണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം അവിടെ വെച്ച് നിന്നോട് പറയും. വെളിച്ചത്തിൻ്റെ തേജസ് കാരണം എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എൻ്റെ കൈ പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. അവിടെ പാർത്തിരുന്ന സകല ജൂതർക്കും മുവാഫിഖത്തായവനും തൗറാത്ത് പാലിക്കുന്നവനുമായിരുന്ന അനന്യാസ് എന്ന ഒരു ഇൻസാൻ എൻ്റെ ഖരീബിൽ വന്ന് പറഞ്ഞു, അഹുവായ ശൗലെ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു. അവൻ പറഞ്ഞു, നമ്മുടെ ബാപ്പമാരുടെ ഇലാഹിൻ്റെ മശീഹത്ത് അറിയുവാനും സ്വാലിഹായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്നും കലിമ കേൾക്കാനും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ ഇൻസാനിയത്തിൻ്റെയും മുമ്പിൽ അവന് നീ ശുഹൂദായിരിക്കും. ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് മഹ്മൂദിയ കബൂലാക്കുക. അവൻ്റെ ഇസ്മിൽ ദുആ ഇരുന്നു കൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് പള്ളിയിൽ ദുആ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി. റബ്ബ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. റബ്ബ് പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് പുറത്ത് കടക്കുക. കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ ഷഹാദത്ത് അവർ കബൂലാക്കുകയില്ല. ഞാൻ പറഞ്ഞു, യാ റബ്ബി, ഞാൻ പള്ളികൾ തോറും ചെന്ന് നിന്നിൽ ഈമാൻ അർപ്പിക്കുന്നവരെയെല്ലാം തടവറയിലാക്കുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. എനിക്ക് ഷഹാദത്ത് നൽകിയ സ്തഫാനോസിൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അവിടെ ഹാജരായി അതിന് സമ്മതം മൂളുകയും അവൻ്റെ കൊലയാളികളുടെ ഉപ്പ് സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക. അങ്ങ് ദൂരെ ദൂതരല്ലാത്തവരുടെ ഖരീബിലേക്ക് ഞാൻ നിന്നെ അയക്കും. ഇത്രയും പറയുന്നത് വരെ അവർ പൗലോസിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ഇൻസാനെ ദുനിയാവിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുക. ഇവൻ ഹയാത്തിലായിരിക്കാൻ യോഗ്യനല്ല. അവർ ഒച്ചപ്പാടുണ്ടാക്കുകയും പുറംകുപ്പായം കീറുകയും ഊഴിവാരി മേലോട്ട് എറിയുകയും ചെയ്തു. അപ്പോൾ സഹസ്രാധിപൻ പൗലോസിനെ കോട്ടയിലേക്ക് കൊണ്ടുവരാനും എന്ത് കുറ്റത്തിനാണ് അവർ അവനെതിരായി ആർക്കുവാൻ കാരണം അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടെടുത്തു തെളിവെടുക്കുവാനും കൽപ്പിച്ചു. അവർ പൗലോസിനെ തോൽവാറ് കൊണ്ട് കെട്ടുമ്പോൾ അടുത്തുനിന്ന ശതാധിപനോട് അവൻ ചോദിച്ചു, റുമാനിയി മുവാത്തീനിയായ ഒരാളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് ശരീഅത്താണോ? ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപൻ്റെ ഖരീബിൽ വന്ന് പറഞ്ഞു, അങ്ങ് എന്താണ് ചെയ്യാനൊരുങ്ങുന്നത്? ഈ ഇൻസാൻ റുമാനിയി മുവാത്തീനിയാണല്ലോ. അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു, പറയൂ, നീ റുമാനി മുവാത്തിനിയാണോ?
അതേ എന്ന് പൗലോസ് മറുപടി നൽകി. സഹസ്രാധിപൻ പറഞ്ഞു, ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ മുവാത്തീന് നേടിയത്. പൗലോസ് പറഞ്ഞു, എന്നാൽ ഞാൻ റുമാനിയി മുവാത്തീനിയായി ജനിച്ചവനാണ്. അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്ന് പിന്മാറി. പൗലോസ് റുമാനിയി മുവാത്തീനിയാണെന്നറിഞ്ഞപ്പോൾ അവനെ തടവറയിലാക്കിയതിൽ സഹസ്രാധിപനും ബേജാറായി. ജൂതന്മാർ അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ ഹഖീഖത്തായ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മുസ്തഖീലാക്കി. എല്ലാ ഖത്തീബുമാരും ഖാദിമാരുടെ മജ്‌ലിസ് മുഴുവനും കൂടി വരുവാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കെട്ടഴിച്ചു കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി.